ഹായ് ഓൾ, ഏണസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമുക്കറിയാം കമ്പ്യൂട്ടർ സയൻസ് IT മേഖലയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വളരെ വലിയ ഓപ്പർച്യൂണിറ്റിയുമായിട്ടാണ് കേരള PSC വന്നിരിക്കുന്നത്. അതായത് പ്രധാനപ്പെട്ട 5 തസ്തികകളിലേക്ക് കേരള PSC ഒറ്റ എക്സാമിനേഷൻ നടത്തി അതിൽ നിന്ന് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാൻ പോവുകയാണ്. അതായത് നന്നായിട്ട് ഒരൊറ്റ തയ്യാറെടുപ്പിലൂടെ നമുക്ക് 5 റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാനുള്ള അവസരമാണ്. അതായത് ജോലി കിട്ടാനുള്ള സാധ്യത അത്രമാത്രം വർദ്ധിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നതിന് വേണ്ടി ഉദ്യോഗാർത്ഥികൾക്ക് കൃത്യമായൊരു പഠന മാതൃക മുമ്പിലില്ല. അപ്പോൾ ആ ഒരു പഠന മാതൃക നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് തികച്ചും സൗജന്യമായിട്ട് നമ്മളൊരു ലൈവ് ക്ലാസ് യൂട്യൂബ് വഴി നൽകുകയാണ്. അപ്പോൾ ഈ ഒരു വിശദമായ ക്ലാസ്സിൻ്റെ കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ മറക്കണ്ട. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോസ്റ്റിലേക്കുള്ള കൺഫർമേഷൻ നൽകേണ്ടുന്ന സമയമാണ്. നമുക്കറിയാം നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞ് നമ്മൾ അവസാനം മത്സരത്തിൻ്റെ ലെവൽ അസസ് ചെയ്യുമ്പോൾ അപേക്ഷിച്ച നല്ലൊരു ശതമാനം ഉദ്യോഗാർത്ഥികളും കൺഫർമേഷൻ നൽകാത്തതിൻ്റെ പേരിൽ പുറത്താകും. അതായത് നിങ്ങൾ എക്സാം എഴുതിയില്ലെങ്കിൽ മാത്രമല്ല കൺഫർമേഷൻ നൽകിയില്ലെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സാം എഴുതാനൊക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ വരുന്ന 18-ാം തീയതി വരെ നമുക്ക് കൺഫർമേഷൻ കൊടുക്കാനുള്ള സമയമുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് കയറി നിങ്ങൾ കൺഫർമേഷൻ കൊടുക്കുക. മസ്റ്റായിട്ട് കൊടുക്കേണ്ടുന്നൊരു കാര്യമാണ്. ഇത് കൊടുക്കാതിരുന്നാൽ നിങ്ങൾക്ക് നഷ്ടം വരുന്നത് വലിയ രീതിയിൽ തന്നെയാണ്. അപ്പോൾ നമ്മുടെ സമയം 18-ാം തീയതി വരെ ഉണ്ട് എന്ന് ഓർക്കുക. അപ്പം മറക്കാതെ എല്ലാവരും ചെയ്യുക. ഇനിയും എക്സാമിനേഷൻ്റെ ഡേറ്റ് പറയുകയാണെങ്കിൽ 20/5/2026 നമ്മുടെ എക്സാം വരുന്നത്. അപ്പം എക്സാമിനേഷന് അത്യാവശ്യം സമയം നമ്മുടെ മുമ്പിലുണ്ട്, എന്നാൽ അധികം സമയം നമ്മുടെ മുമ്പിലില്ലതാണ്. അപ്പോൾ കൃത്യമായൊരു പഠന മാതൃക വേണം എന്നത് ഇതിൽ നിന്ന് വ്യക്തമാവുന്നുണ്ട്. അപ്പോൾ ഈ ലൈവ് ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രധാനമായിട്ടും 5 എക്സാമുകളെ ലക്ഷ്യമാക്കിയാണ് ഈ ക്ലാസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് എല്ലാത്തിനും കൂടി ഒറ്റ എക്സാം കണ്ടക്ട് ചെയ്ത് 5 തസ്തികകളാണ് നിങ്ങൾക്ക് നിയമനം കിട്ടുന്നത്. അതിൽ ഏതൊക്കെയാണ് തസ്തികകളെന്ന് നോക്കാം. ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റഗറി നമ്പർ 442/2025 നോട്ടിഫിക്കേഷൻ വന്ന അസിസ്റ്റന്റ് പ്രോഗ്രാമർ എന്ന് പറയുന്നതാണ്. ഈ ഒരു പ്രോഗ്രാമർ തസ്തിക പ്ലാനിംഗ് ബോർഡിലേക്കുള്ളതാണ്. ഇനിയും ഇതുപോലെ തന്നെ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ എന്ന് പറയുന്നൊരു തസ്തിക തന്നെ വിളിക്കുന്നുണ്ട്. ഇത് പോസ്റ്റിംഗ് വരുന്നത് മത്സ്യഫെഡിലേക്കാണ്. ഇനി ഈ മത്സ്യഫെഡിലേക്കാണ് ബാക്കിയുള്ള 3 നിയമനങ്ങളും വരുന്നത്. ഇത് കൂടാതെ ഇനി 3 പോസ്റ്റുകളുണ്ട്. അങ്ങനെ മൊത്തം 5 പോസ്റ്റുകളിലാണ് നിയമനം നടക്കുന്നത്. അടുത്തത് മാനേജർ IT ആണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് മത്സ്യഫെഡിലേക്ക് തന്നെയാണ് നിയമനം നടക്കുന്നത്. അടുത്തത് അസിസ്റ്റന്റ് മാനേജർ എന്ന് പറയുന്ന തസ്തികയാണ്. അതും മത്സ്യഫെഡിലേക്കാണ്. ഇതിൽ പറയാത്ത ഒന്നുകൂടിയുണ്ട്, അത് ഡെപ്യൂട്ടി മാനേജർ മത്സ്യഫെഡാണ്. അപ്പോൾ ഇതിൻ്റെ നിലവാരം അനുസരിച്ച് ഇതിൻ്റെ ലെവൽ മാറിക്കൊണ്ടിരിക്കും. അതായത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അസിസ്റ്റന്റ് മാനേജർക്ക് മുകളിലായിരിക്കും ഡെപ്യൂട്ടി മാനേജർക്ക് മുകളിലായിരിക്കും മാനേജർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ യോഗ്യതകളുടെ മാനദണ്ഡം അനുസരിച്ചും ആ തസ്തികകളുടെ നിലവാരം അനുസരിച്ചും സാലറിയിൽ ചെറിയ വ്യത്യാസമുണ്ട്. അപ്പോൾ IT യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ജോബിൽ ഏറ്റവും നല്ല സുരക്ഷിതത്വം കിട്ടുന്ന ഒരു തസ്തികയാണ് എന്നുള്ളതാണ് നമ്മൾ ഓർക്കേണ്ടത്. നമുക്ക് IT സെക്ടറിൻ്റെയൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ എപ്പോൾ വേണമെങ്കിലും അൺസർട്ടനിറ്റി വരാവുന്നതാണ്. ഇത്തരം പ്രശ്നങ്ങളെയൊക്കെ നമുക്ക് ഓവർകം ചെയ്യുന്ന രീതിയിലാണ് PSCയിൽ എക്സാം ഉള്ളത്. നിങ്ങൾ ഇവിടേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ രീതിയിൽ തന്നെ ഒരു സേഫ് സോണിൽ നിന്ന് ജോലി ചെയ്യാം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ നമ്മൾ ഈ 5 പരീക്ഷകൾക്കും വേണ്ടി വളരെ ഈസി ആയിട്ട് തയ്യാറെടുക്കുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു ലൈവ് ക്ലാസ് നിങ്ങൾക്ക് തരുന്നത്. ഇത് യൂട്യൂബ് വഴിയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. തികച്ചും സൗജന്യമായിട്ട് ഇതിൻ്റെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളും എങ്ങനെ പഠിക്കണം എന്നുള്ളതും മാത്രമല്ല ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്ക് നമ്മളിതിൽ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ലൈവ് ക്ലാസ് നിങ്ങൾക്ക് കിട്ടുന്നതിനും ഇത് നിങ്ങൾക്ക് മിസ്സാവാതിരിക്കാനും ഇപ്പം തന്നെ ഇതിൽ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം വഴി നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ലൈവ് ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് ഫോണിൽ അപ്ഡേറ്റ് വരുന്നതാണ്. അതുകൊണ്ട് ഇത് മിസ്സാവാതിരിക്കുന്നതാണ്. അതുകൊണ്ട് ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ബിഗ് ലേണിങ്ങിൻ്റെ യൂട്യൂബ് ചാനലുണ്ട്. അത് കയറി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അതിലും കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. മാത്രമല്ല ഒരു ബെൽ ബട്ടൺ കൂടിയുണ്ട്, അതുകൊണ്ട് അമർത്തി കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇൻഫർമേഷൻ വരും. മറക്കണ്ട, എത്രയും പെട്ടെന്ന് ഈ ഒരു കാര്യങ്ങൾ ചെയ്യുക. അത് നിങ്ങൾക്ക് വളരെ വലിയ അഡ്വാൻറ്റേജ് ആണ് ഉണ്ടാക്കുന്നത്. ഇനി ഏണസ്റ്റ് അക്കാഡമിയിൽ ഇതിൻ്റെ ബുക്കുകൾ, അതായത് അവസാന നിമിഷ പ്രിപ്പറേഷൻ കൃത്യമായിട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഏണസ്റ്റ് അക്കാഡമി ഇതിനു വേണ്ടി ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഈ എക്സാമുകൾക്ക് മാത്രമല്ല കേരള സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള വ്യത്യസ്ത കമ്പ്യൂട്ടർ സയൻസ് എക്സാമുകൾക്കും UGC നെറ്റ് ഉൾപ്പെടെയുള്ള എക്സാമുകൾക്കും ഈ ബുക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ബുക്കാണ്. അതിൻ്റെ 2nd എഡിഷനാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത്. അതിൽ കമ്പ്യൂട്ടർ സയൻസ് MCA ആൻഡ് IT എന്നുള്ളതാണ് ഈ ബുക്കിൻ്റെ പേര്. ഇത് നിങ്ങൾക്ക് ആമസോണിൽ വഴി വാങ്ങാവുന്നതാണ്. ആമസോണിൽ ഇത് അവൈലബിൾ ആണ്. ഈ ആമസോൺ വഴി വാങ്ങാത്തവർക്ക് നിങ്ങൾക്ക് നേരിട്ട് ഈ നമ്പറിൽ വിളിച്ച് ഓർഡർ ചെയ്താൽ നിങ്ങൾക്ക് കൊറിയർ വഴി അയച്ചു തരുന്നതായിരിക്കും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ക്യാമ്പസ് വഴി, അടൂരാണ് നമ്മുടെ ക്യാമ്പസ് വഴി നേരിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇവിടെ വരുന്നവരാണെങ്കിൽ ഇതുവഴി വാങ്ങിപ്പോകാവുന്നതാണ്. അപ്പോൾ മറക്കണ്ട, ഇത് ഏതൊരു ഉദ്യോഗാർത്ഥിക്കും കമ്പ്യൂട്ടർ സയൻസ് IT റിലേറ്റഡ് ഏത് എക്സാം എഴുതുന്ന ഒരു ഉദ്യോഗാർത്ഥിക്കും വളരെയധികം സഹായകമാകുന്നൊരു ബുക്കാണ്.
ഇതിൻ്റെ കോഴ്സുകൾ ഏണസ്റ്റ് അക്കാഡമിയിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവസാന നിമിഷ പ്രിപ്പറേഷന് വേണ്ടി നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിനും ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി പറയാനുള്ളത് പറഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കമ്പ്യൂട്ടർ സയൻസ് IT മേഖലയിലെ എക്സാമുകൾക്ക് നിരവധി റാങ്ക് ജേതാക്കളെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. നമുക്കറിയാം കേരള PSC നടത്തിയിരിക്കുന്ന മിക്ക കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനിലും റാങ്ക് ലിസ്റ്റിൽ 50% കൂടുതൽ ഉദ്യോഗാർത്ഥികൾ ഏണസ്റ്റ് അക്കാഡമിയിൽ ഉണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല UGC നെറ്റ് പോലുള്ള എക്സാമിനേഷനിൽ നിരവധി റാങ്ക് ജേതാക്കളെ നമുക്ക് എത്തിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിലുള്ള വിജയങ്ങൾ ഇനിയും നിങ്ങളെ തേടി എത്തുന്നതിനായിട്ട് നിങ്ങൾക്ക് കോഴ്സിന് ജോയിൻ ചെയ്ത് തയ്യാറെടുക്കാവുന്നതാണ്. അപ്പോൾ കോഴ്സിനെ പറ്റി അറിയുന്നതിനും കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിനുമായി എത്രയും പെട്ടെന്ന് ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക, അല്ലെങ്കിൽ ഈ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.